الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും നിങ്ങളിൽ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നല്ലൊരു ഡ്രൈവർ തന്റെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൽ നിന്ന് ഇറങ്ങാതെ പരമാവധി ശ്രദ്ധിക്കും. എഡ്ജ് ഇറങ്ങിയാൽ അപകടം ഉറപ്പാണ് എന്നുള്ളതാണ് തന്റെ ഡ്രൈവിംഗിൽ ഇത്ര സൂക്ഷ്മത പാലിക്കാൻ കാരണം. പല അപകടങ്ങളും ഡ്രൈവിംഗിനിടയിൽ അറിയാതെ മയങ്ങിപ്പോകുമ്പോഴാണ് എന്നറിയാം. സഹോദരങ്ങളെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഇതൊരു യാത്രയാണ്. വിശുദ്ധിയാകുന്ന പരിശുദ്ധമായ ജീവിതം കൊണ്ട് അതിന്റെ റോഡിലൂടെ ഒരു കാരണവശാലും ദുർമാർഗത്തിലേക്ക് എത്താവുന്ന ഒന്നും ഒരു സെക്കൻഡ് പോലും ഇറങ്ങാതെ മുന്നോട്ടു പോവുക എന്നതാണ് ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം. ആരൊക്കെ എപ്പോഴൊക്കെ എഡ്ജിറങ്ങിയിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ പരിക്കുകൾ സംഭവിച്ചത് ഇഹത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. നാളെ പരലോകത്ത് അതിന്റെ വിചാരണയും വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നതാണ് ആമുഖം. ദുർമാർഗത്തിൽ അകപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്? മനുഷ്യൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള അവന്റെ ജീവിതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ധാരാളം വിഷയങ്ങളുണ്ട്. അതിൽ രണ്ടു കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തന്റെ നമസ്കാരം കൈവിട്ടു പോവുക എന്നതാണ്. രണ്ടാമത്,
തന്റെ മനസ്സിന്റെ തടവറയിൽ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് ശേഷം പുതിയ ഒരു തലമുറ വന്നു. അവർക്ക് രണ്ട് ദൂഷ്യങ്ങളുണ്ടായിരുന്നു. അവർ നരകത്തിന്റെ അവകാശികളായിരുന്നു. കാരണം അല്ലാഹുസ്സലാ, അവർ നമസ്കാരം പാഴാക്കുന്നവരായിരുന്നു. വത്തബഉശ്ശഹവാത്ത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്നവർ ആയിരുന്നു. ആ വചനം റഹ്മാനായ റബ്ബ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫസൗഫ യൽഖൗന ഗയ്യാ, അത് കാരണത്താൽ ദുർമാർഗത്തിന്റെ ഫലം അഥവാ നരകം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതയാത്രയിലെ വേഗതയുടെ രണ്ട് ഇന്ധനങ്ങളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. സ്വർഗയാത്രയിൽ ഒരാളുടെ ജീവിതത്തിൽ നന്മയുടെ വേഗത ലഭിക്കണമെങ്കിൽ അവന്റെ നമസ്കാരത്തെക്കുറിച്ച് അവൻ ഗൗരവത്തിൽ പരിഗണിക്കണം. നമ്മളൊരു ആത്മപരിശോധന നടത്തുക. നമസ്കാരക്കാർ പല വിധമുണ്ട്. അതിൽ നമസ്കാരം എന്ന ഒരു വിഷയത്തെ അറിഞ്ഞിട്ടും ഒട്ടും നമസ്കാരത്തെ ഗൗനിക്കാതെ ഈ ഭൂമി പുറത്ത് ജീവിച്ചു പോകുന്ന ധാരാളം മുസ്ലിം നാമധാരികളെ നമുക്ക് കാണുവാൻ പറ്റും. യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിന് പുറത്താണ് എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും, അവർക്കും നമുക്കും ഇടയിലുള്ള കരാർ, അള്ളാഹുവും ഒരു അടിമയും തമ്മിലുള്ള കരാർ അസ്സലാത്ത്, അവന്റെ നമസ്കാരമാണ്. ഫമൻ തറക്കഹ, ആരെങ്കിലും അതിനെ ബോധപൂർവം ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഫഖദ് കഫറ, അവൻ അവിശ്വാസിയായി തീർന്നു എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അത്ര വലിയ വിഷയമാണ് ഈ ഒരു കാര്യം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്ലാം കാര്യങ്ങളിൽ ഷഹാദ കലിമ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് എണ്ണാനുള്ളത് ആദ്യം നമസ്കാരത്തെ കുറിച്ചാണ്. ആ നമസ്കാരത്തിൽ ഒരാൾ വിജയിക്കുക എന്നാൽ നാളെ പരലോകത്ത് വിജയിച്ചു എന്നാണ് അർത്ഥം. ആരെങ്കിലും നമസ്കാരത്തിൽ പരാജയപ്പെട്ടു പോയാൽ അവൻ ഇഹലോകത്ത് അവന് സംരക്ഷിക്കേണ്ടുന്ന റഹ്മാനായ റബ്ബിന്റെ മുഴുവൻ സംരക്ഷണങ്ങളിൽ നിന്നും അവനെ അള്ളാഹു ഒഴിവാക്കി എന്നാണ് അർത്ഥം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പഠിപ്പിച്ചു. ഔസാനി ഖലീലി, എന്റെ പ്രിയ സ്നേഹിതൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പ്രത്യേകമായി ഉപദേശിച്ചു എന്നാണ്. ആ ഉപദേശം ഇങ്ങനെയാണ്, വലാ തത്റുക് സ്വലാത്തൻ മക്തൂബ, ഫറളായ 5 നേരത്തെ നമസ്കാരം നീ ഉപേക്ഷിക്കരുത്. മുത്തഅമ്മിദൻ, ബോധപൂർവം അറിഞ്ഞുകൊണ്ട് നീ ഉപേക്ഷിക്കരുത്. ഉറക്കത്തിലോ മയക്കത്തിലോ ആയി അല്ലെങ്കിൽ അറിയാതെ വിട്ടുപോയതിനെ കുറിച്ചല്ല, മുത്തഅമ്മിദൻ, അറിഞ്ഞുകൊണ്ട് നീ അത് ഉപേക്ഷിക്കരുത്. ഫമൻ തറക്കഹ മുതഅമ്മിദ, ഏതെങ്കിലും ഒരു നേരത്തെ നമസ്കാരം അവൻ ബോധപൂർവം ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഫഖദ് ബരിഅത്ത് മിൻഹു അദ്ദിമ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിക്കൊണ്ടിരുന്ന സംരക്ഷണം, സുരക്ഷിതത്വം അവന് പിന്നീട് ലഭിക്കുകയേ ഇല്ല എന്നാണ്. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല, ചില യോഗ്യതകൾ ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി അള്ളാഹു അവന് നൽകുന്നുണ്ട്. ആ യോഗ്യതകളിൽ നിന്നൊക്കെ അവനെ അള്ളാഹു അയോഗ്യനാക്കി മാറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം മകൾക്ക് വലിയായി നിൽക്കുക എന്നതാണ്. മുത്തഅമ്മിദായി നമസ്കാരം ഉപേക്ഷിച്ച ഒരാൾ
യഥാർത്ഥത്തിൽ സ്വന്തം മകളുടെ വലിയാകാൻ പോലും യോഗ്യനല്ല എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്, അയാൾ ബലിയറുക്കാൻ യോഗ്യനല്ല. മൂന്നാമത്, ആ മനുഷ്യന് ഖബറിസ്ഥാനിൽ മറമാടാൻ പോലും പാടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവം ചിന്തിക്കൂ സഹോദരങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇസ്ലാമ ലിമൻ ലം യുസല്ലി. നമസ്കരിക്കാത്തവന്റെ കാര്യത്തിൽ ഇസ്ലാം തന്നെയില്ല, അവന് പിന്നെ ഇസ്ലാമിന്റെ ഒരു ലക്ഷണം പോലും പറയേണ്ടതില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മുത്തഅമ്മിദായി ബോധപൂർവം ഉപേക്ഷിക്കപ്പെട്ട നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് പരിഹാരം? അതുകൂടി മനസ്സിലാക്കണമല്ലോ. അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട്, അവിവേകം കൊണ്ടൊക്കെ സംഭവിക്കാം. റഹ്മാനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അല്ലാഹുവേ, എന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട്, വലിയൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, നാളെ പരലോകത്ത് അത് വിചാരണക്കെടുക്കാത്ത വിധം എനിക്കത് പുറത്തു നൽകണമേ എന്ന ഇസ്തിഗ്ഫാറാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ തന്റെ ജീവിതത്തിൽ ഓർമ്മ വന്ന നാൾ താൻ ചെയ്യാത്ത ആ നമസ്കാരം മുഴുവൻ ഖളാ വീട്ടുന്ന ഒരു സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടി നമ്മൾ അറിയണം. മറ്റൊന്ന് സഹോദരങ്ങളെ, തന്റെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും ജീവിതത്തിൽ സ്വർഗം ലഭിക്കുവാനും അവൻ കൂടുതൽ കൂടുതൽ നന്മകൾ ആവർത്തിച്ച് ചെയ്യുക എന്നതാണ്. ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹുവേ എനിക്ക് പുറത്തു നൽകണമേ എന്ന ഇസ്തിഗ്ഫാറിന് വേണ്ടി ധാരാളം നന്മകൾ അവൻ ആവർത്തിച്ച് ചെയ്യുക എന്നതാണ് മറ്റൊരു പരിഹാരം. ഇങ്ങനെ നമസ്കാരത്തെ ഉപേക്ഷിച്ചവരുടെ വിധിയാണ് എങ്കിൽ ചില ആളുകൾ, രണ്ടാമത്തൊരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുക. സമയനിഷ്ഠ പാലിക്കാത്തവരാണ് അവർ. നമസ്കരിക്കും, നമസ്കാരമൊക്കെ 5 നേരം അവർ തികക്കും, പക്ഷേ അതിന് ഒരു സമയനിഷ്ഠ അവർ പാലിക്കുകയില്ല. എന്നാൽ റഹ്മാനായ റബ്ബ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത, തീർച്ചയായും നമസ്കാരം, കാനത്ത് അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് മേൽ കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഇബാദത്താണ്. അതാ സമയത്താണ് നിർവഹിക്കേണ്ടത്. അതുകൊണ്ടാണ് നമസ്കാരം സമയത്ത് നിർവഹിക്കാതെ ഉപേക്ഷിച്ചവർ പിന്നീട് നമസ്കരിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം. ബോധപൂർവം, എന്നാൽ മറവി കൊണ്ടോ ഉറക്കിലോ അബോധാവസ്ഥയിലോ ആയ ഒരാൾ ഉണർന്നു, ഓർമ്മ വന്നു, അയാൾ അപ്പൊ നമസ്കരിക്കണം. വിശ്വാസികളെ, ജീവിതത്തിൽ ഇത്രമാത്രം കണിശമായി സമയനിഷ്ഠ പറഞ്ഞൊരു ഇബാദത്ത് ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്ര കണിശതയുണ്ട് എന്ന് സ്വയം ഒരു വിചാരണ നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഫ്ളൽ. റസൂലേ, ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കർമ്മം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു. അവിടെ നിർത്തിയില്ല പ്രവാചകൻ, നമസ്കാരം എന്ന് പറഞ്ഞു നിർത്തിയില്ല. ഒരു വാക്കുകൂടി പറഞ്ഞു, ലിവഖ്തിഹാ, അതിന്റെ സമയത്ത് നിഷ്ഠയോടുകൂടി നമസ്കരിക്കുകയാണ് റഹ്മാനായ റബ്ബിന് ഏറ്റവും തൃപ്തിയുള്ള ഇഷ്ടമുള്ള അമൽ. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പലപ്പോഴും സഹോദരിമാർക്കാണ് ഇതിൽ തീരെ ജാഗ്രതയില്ലാത്തത്. നമ്മുടെ മുഅ്മിനത്തുകളായ നമ്മുടെ ഭാര്യമാരോട് നമ്മൾ സംസാരിക്കണം. അവർ ആ നമസ്കാരത്തെ സമയബന്ധിതമായി ചിട്ടയായി നിർവഹിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം. പലപ്പോഴും എല്ലാ തിരക്കും കഴിഞ്ഞ് അസറിന് തൊട്ടു മുമ്പ് ഒരു വളു എടുത്ത് 2 കൂടി നമസ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടുംബിനികൾ അധിക പേരും.
യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത് അസ്വലാത്തു ഫി വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിൽ അവൾ ഉദ്ദേശിക്കുന്ന സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ മാത്രം ദറജ നൽകുന്ന ഒരു മുഅ്മിനത്തായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, ജീവിതത്തിൽ പലപ്പോഴും ളുഹർ നമസ്കാരത്തിന് വന്ന ചില മനുഷ്യന്മാർ സുബ്ഹ് നമസ്കരിക്കുന്നത് കാണാൻ പറ്റും. വളരെ ദുർലഭമായിക്കൊണ്ടാണെങ്കിലും അതും ആവാം എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഖളാ ഇല്ലെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് യാത്രയിൽ അല്ലെങ്കിൽ കഠിനമായ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നിലക്കും റഹ്മാനായ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കാരണമുണ്ടാകുമ്പോൾ അയാൾക്ക് ളുഹറിനെ അസറിലേക്കും അസറിനെ ളുഹറിലേക്കും മഗ്രിബിനെ ഇശായിലേക്കും ഇശാഇനെ മഗ്രിബിലേക്കും ചേർത്ത് ജംആക്കി നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവസരവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 ആക്കി ചുരുക്കി ഖസ്റാക്കി നമസ്കരിക്കാനും റഹ്മാനായ റബ്ബ് അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ വക്ത് വിട്ടുകൊണ്ട് അതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പാടില്ല എന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനിന്റെ ജീവിതത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടി എന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ പുതിയ തൊഴിൽ സംസ്കാരം 16 മണിക്കൂറും 18 മണിക്കൂറും ഒക്കെ ഇന്ന് വർക്ക് അറ്റ് ഹോമിലും വിദേശ കമ്പനികളുടെ ഒക്കെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ, ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത വിധം അവർ ഓരോ വക്തുകൾ പലതും കടന്നു പോകുമ്പോ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ തിരക്കും ഒഴിഞ്ഞിട്ട് ഒന്നിച്ചൊരു നിസ്കാരം. നാട്ടിലുണ്ടെങ്കിലും പലരെയും നമ്മൾ നാട്ടിൽ കാണാറില്ല. അവൻ രാത്രി മുഴുവൻ ജോലിയിലാണ്, പകൽ മുഴുവൻ ഉറക്കത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? റഹ്മാനായ റബ്ബിന്റെ ആ സ്വർഗമങ്ങ് ഉപേക്ഷിച്ചിട്ട് ദുനിയാവിലെ ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടിയാണ്. അവനും പറയും, ഞാൻ നമസ്കരിക്കുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. ഇതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നാളെ പരലോകത്ത് വിചാരണക്കെടുക്കുന്ന ഒന്നാമത്തെ അമലാണ് നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരത്തെ സമയനിഷ്ഠയോടുകൂടി ജീവിതത്തിൽ പാലിക്കുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള അടിമകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മൂന്നാമത്തൊരു വിഭാഗം കൂടിയുണ്ട് നമസ്കാരത്തിൽ. അത് ജമാഅത്തിനെ തന്നെ തീരെ പരിഗണിക്കാത്തവരാണ്. നമസ്കാരമുണ്ട്, ചിലപ്പോ വക്തിന് തന്നെ നമസ്കരിക്കും. അത് വീട്ടിലായിരിക്കും, ചിലപ്പോ ഷോപ്പിലായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും ആയിരിക്കും. എല്ലാ സൗകര്യങ്ങളും ഒന്ന് ശ്രമിച്ചാൽ എത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിലും അതിനൊന്നൊരു ശ്രമം നടത്താതെ ജമാഅത്തിനെ തീരെ പരിഗണിക്കാത്ത ആളുകൾ. ഇനി ജമാഅത്തിനെ പരിഗണിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. അവർക്ക് ജമാഅത്തൊരു അല്പം നീളോ എന്നുള്ള പേടി കൊണ്ട് ജമാഅത്തിന്റെ അവസാനത്തിൽ വന്നു കൂടും, എന്നാൽ എളുപ്പം ചെയ്ത് പുറത്തു പോകാലോ. ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ ജമാഅത്തിനെ പരിഗണിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. യുദ്ധാവസരത്തിൽ പോലും ജമാഅത്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സംഘം നമസ്കരിക്കുമ്പോ, വാഹനപ്പുറത്തിരുന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോ മറുസംഘം യുദ്ധം ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് അല്ലാഹു നൽകിയ പാഠമാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അമറ ബിസ്സലാത്തി ഫി ജമാഅ, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. വഖാല ലിൽ അഅമ, ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നഹു ലൈസ ലീ ഖാഇദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സഹായി എനിക്കില്ല, എനിക്ക് ജമാഅത്ത് നിർബന്ധമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ ചോദിച്ചു, ഹൽ യസ്മഉ അന്നിദാ ബിസ്സലാഹ്, നിസ്കാരത്തിനുള്ള ബാങ്കൊലി നിനക്ക് കേൾക്കാൻ പറ്റുമോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, എനിക്ക് കേൾക്കും. എങ്കിൽ ഫഅജിബ്,
നീ അതിന് ഉത്തരം ചെയ്യണം എന്ന് കൽപ്പനയാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു വൈകല്യമല്ല നമുക്ക്. വാഹനമുണ്ട്, സൗകര്യമുണ്ട്, ഷോപ്പിലാളുണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ, ഒന്ന് ക്രമീകരിച്ചാൽ ഈ പരീക്ഷണത്തിൽ വിജയിക്കുവാൻ നമുക്ക് പറ്റും. വിശ്വാസികളെ, ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന വലിയ പരീക്ഷണം എന്താണെന്നറിയോ? അവനെ പിശാച് പിടികൂടുന്നില്ലതാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. അദ്ദേഹം പറയാം, മാ മിൻ സലാസത്തിൻ ഫീ ഖറിയത്തിൻ വലാ ബദ്വിൻ, ഒരു നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ 3 ആളുകൾ ഉണ്ടായിരുന്നു മുസ്ലിമീങ്ങളായിക്കൊണ്ട്. വലാ തഖാമു ഫീഹിം അസ്സലാ, അവർ ജമാഅത്തായി അവർ നമസ്കാരം നിർവഹിക്കുന്നില്ല. ഇല്ലാ ഖദ് ഇസ്തൗഅദ അലൈഹിമുശ് ശൈത്താൻ, അവരെ 3 ആളെയും പിശാച് പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ശൈത്താൻ ഇഷ്ടല്ല തന്നെ പിന്നെ അവർ ചെയ്യുള്ളൂ. ഫഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾക്ക് ജമാഅത്തായി നിർവഹിക്കൽ നിർബന്ധമാണ്. ഫഇന്നമാ യഅകുലു ദിഅ്ബു അൽ ഖാസിയ, ഒറ്റപ്പെട്ടു പോയ ആടിനെ ചെന്നായ പിടിക്കുന്നത് പോലെ നിങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിശാചാണ് പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഇടങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്ര ഗൗരവത്തിൽ ഞാൻ പറഞ്ഞത്. നാം ജീവിക്കുന്ന സ്കൂൾ, ഓഫീസ്, കട, ക്ലിനിക്ക്, ഇങ്ങനെ കുറെ ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പൈസ ഉണ്ടാക്കുന്ന സ്ഥലം. ശരി, അവിടെ ഒരു ക്രമീകരണം, അവിടെ ഒരു ഇടപെടൽ, അവിടെ ഒരു നല്ല നിലപാട് നാം സ്വീകരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ ജമാഅത്തിനെ സ്നേഹിക്കുന്നവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 4ാമതൊരു വിഭാഗം കൂടിയുണ്ട് സഹോദരങ്ങളെ. അവർ ഭക്തിയില്ലാത്തവരാണ്. നിസ്കരിക്കും, ജമാഅത്തിനുണ്ടാവും, എല്ലാറ്റിനുണ്ടാവും, പക്ഷേ ഫവൈലുൽ ലിൽ മുസല്ലീൻ, അത്തരം നമസ്കാരക്കാർക്കാണ് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഊൻ, അവരവരുടെ നിസ്കാരത്തെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കാത്തവരാണ്. അശ്രദ്ധമായി, അലസമായി, കോട്ടുവായിട്ട് അവരെന്നെ ഇകഴ്ത്തി പറഞ്ഞ്, കുറ്റം പറഞ്ഞ്, അസൂയ വെച്ച്, എനിക്ക് തന്നില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ആരിൽ നിന്നൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഇങ്ങനെ ജീവിക്കാം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സഹോദരങ്ങളെ, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ പരമാവധി ഭാര്യനെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ നമുക്ക് പറ്റണം. പരസ്പരം സഹായിക്കേണ്ടെന്നല്ല പറഞ്ഞത്, സ്വയം നമ്മൾ വളരണം എന്നാണ് അർത്ഥം. ആരിൽ നിന്നൊരു നയാ പൈസ ചോദിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന്. നിലത്ത് വീണ ഒരു പേന പോലും തന്റെ ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കാതെ എനിക്കെടുക്കാൻ പറ്റുമോ, ഒരാളെ സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടവനാണ് ഒരു വിശ്വാസി. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, നിസ്കാരം ശരിയാവണോ അവൻ സ്വന്തമായി അക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. അല്ലദീനഹും യുറാഊൻ, അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടായാലേ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകും. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകാൻ കഠിനമായി പരിശ്രമിച്ചാൽ മാത്രമേ ഒരാളുടെ ജീവിതത്തിലെ നമസ്കാരം കൊണ്ടും പ്രയോജനം ലഭിക്കുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, റബീഉൽ മദ്ഖലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഫഇദാ റഅയ്ത മൻ യഅതി അൽ ഫഹ്ശാഅ വൽ മുൻകർ, നമ്മളോടാണ് വർത്തമാനം. ആരെങ്കിലും നീചവും നികൃഷ്ടവും മോശവുമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നീ കണ്ടാൽ, ഫഇമ്മാ അന്നഹു ലാ യുസല്ലി, നീ ഉറപ്പിച്ചോ ഓ നിസ്കരിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവന്റെ നമസ്കാരം ശരിയായിട്ടുണ്ടാവില്ല. ഇതിലേതിൽ നമ്മൾ വിടുക? അതുകൊണ്ട് വിശ്വാസികളെ, നാളെയുടെ ലോകത്ത് വിചാരണക്കെത്തുമ്പോ ഈ ദുനിയാവിൽ സർവ്വവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു നാട്ടിൽ മുഅ്മിനായി, മുസ്ലിമായി, മുത്തഖിയായി റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങേണ്ടവരാണ് നമ്മളെന്ന ബോധമുണ്ടാവണം. വിശ്വാസവും സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരവും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ എന്ന ചിന്തയുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു.
നമ്മുടെ മാർഗഭ്രംശം സംഭവിച്ച് ദുർമാർഗിയായി നരകാവകാശിയായി തീരുന്ന, അതിലേക്ക് വഴുതിപ്പോകുന്ന രണ്ടാമത്തെ കാരണം സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ്. വത്തബഉ ശഹവാത്ത്, ഇച്ഛകളെ മാത്രം സ്നേഹിച്ച് ജീവിക്കുക. അവർ നാളെ നരകം കണ്ടെത്തുമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. ഇവിടെ ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ തോന്നലാണ്, ആഗ്രഹമാണ്. അതിൽ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാതെ അതിന്റെ പിന്നാലെ പോകലാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ വിട്ടുപോകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാനൊരു മുസ്ലിമാണ്, ഖുർആൻ എന്റെ വേദഗ്രന്ഥമാണ്, പ്രവാചകൻ എന്റെ അന്ത്യപ്രവാചകനാണ്, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന അടിസ്ഥാന തീരുമാനങ്ങളാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും പ്രവാചകൻ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യപ്പെട്ടതും അബൂ ത്വാലിബിനോടാണ്, പിതൃവ്യനോടാണ്, അല്ലേ, എളാപ്പാനോട്. പക്ഷേ ആ മനുഷ്യൻ സ്വർഗത്തിലല്ല. എന്തേ കാരണം? ഈ പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നതാണ്. ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ, തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. 3 കാര്യങ്ങൾ. കഴിഞ്ഞുപോയ തെറ്റിനോട് തൗബ ചെയ്യാം, ദൃഢമായി അല്ലാഹുവിൽ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, തീർച്ചയായും അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. വലാ യദ്ലമൂന ശൈആ, ഒരു അക്രമവും അല്ലാഹു അവരോട്, അനീതിയും അല്ലാഹു കാണിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പവിത്രമായ ബന്ധം ദീനിനോട് നമുക്കുണ്ടാവണം. മറ്റൊന്ന്, പ്രമാണങ്ങളെ നിഷേധിക്കുക എന്നതാണ്. തനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ച് ഖുർആനിലും ഹദീസിലും തന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു നവ മുസ്ലിമായി ഞാൻ വലിയ പുരോഗമന ചിന്താഗതിക്കാരനാണ് എന്ന നാട്യത്തോടു കൂടി ജീവിക്കുക എന്നതാണ്. മറ്റൊന്നെന്താ സഹോദരങ്ങൾ അറിയോ? ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിലും അതുപോലെയുള്ള വിദ്യാർത്ഥികളിലുമാണ്, അല്ലെ? മൈ ബോഡി മൈ റൈറ്റ്, ഇതാണ് അവരുടെ മുദ്രാവാക്യം. എനിക്കെന്തിനും സ്വാതന്ത്ര്യം നൽകണം എന്നാണ്. ഇന്ന് ക്യാമ്പസുകൾ അതിൽ നിറഞ്ഞു നിൽക്കണം. അവിടെ നമ്മുടെ മക്കൾക്ക് ഒരു കൈത്തിരിയായി, വെളിച്ചമായി നമുക്ക് ഇബാദത്ത് കൊണ്ടും വിശ്വാസ കർമ്മങ്ങൾ കൊണ്ടും ജ്വലിച്ചു നിൽക്കാൻ കഴിയണം. അവരെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുന്ന എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാവണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക, അടുത്ത ആഴ്ചയിൽ പ്രൊഫഷണൽ സ്റ്റുഡൻസിനു വേണ്ടി മാത്രമുള്ള ത്രിദിന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുക. നമ്മുടെയൊക്കെ വീടുകളിലുള്ള നമ്മുടെ മക്കളെ ഖുർആനും ഹദീസും ശരിയാവണ്ണം കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു സദസ്സും നമ്മൾ വിട്ടുകൊടുക്കരുത്. അവരെ എത്തിച്ച് അവരുടെ മനസ്സിൽ അള്ളയുണ്ടോ, ഖുർആൻ സത്യമാണോ, അന്ത്യപ്രവാചകന്റെ വാക്കുകൾ നാളെയുടെ പുലരിക്ക് കാത്തു നിൽക്കുന്നുവോ എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ മനസ്സിനെ തെറ്റിച്ചു കളയുന്ന എല്ലാവിധ ചിന്തകളിൽ നിന്നും ഒരു മനുഷ്യൻ മോചിതനാകുമ്പോ അവൻ ഖാലിസായ, നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ഉടമയായി തീരും. അവിടെ പകയും വിദ്വേഷവും വെറുപ്പും അറപ്പും ആർത്തിയും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട നാളെയുടെ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു മുഅ്മിനിനെ കണ്ടെത്തുവാൻ പറ്റും. സ്വന്തം മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആർത്തിയില്ലാത്ത, വെറുപ്പില്ലാത്ത, അസൂയയും പകയുമില്ലാത്ത, ഏവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന, നന്മയിൽ ചരിക്കുന്ന ഒരു മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് നമസ്കരിക്കുന്നവർക്ക് പോലും സാധ്യമാകുന്നുണ്ടോ എന്ന് മനസ്സറിഞ്ഞ് ചോദിക്കുക. ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് ഖുർആനിലേക്കും ഹദീസിലേക്കും വെളിച്ചം ലഭിക്കും. ആ വെളിച്ചം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവന്റെ ജന്നാ
ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ബന്ധുമിത്രാദികളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവസാന നിമിഷം വരെ അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ച് ഉൾക്കൊണ്ട് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.